പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത പങ്കുവയ്ക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വചനം യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷാവേളയിൽ ശിഷ്യന്മാരുമായി ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടിട്ട് ശിഷ്യന്മാർ യേശുക്രിസ്തുവിനോട് ഇപ്രകാരം ഒരു ചോദ്യം ഉന്നയിക്കുവാൻ ഇടയായിത്തീർന്നു. ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആരാണ് പാപം ചെയ്തത്? ഇവനാണോ ഇവൻ്റെ അമ്മയപ്പന്മാരാണോ എന്ന് ചോദിച്ചു. അതിന് യേശുക്രിസ്തു ഇപ്രകാരം പ്രതികരിക്കുകയുണ്ടായി, ഇവനുമല്ല ഇവൻ്റെ അമ്മയപ്പന്മാരുമല്ല, ദൈവപ്രവൃത്തി ഇവനിൽ വെളിപ്പെടേണ്ടതിനത്രേ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണമേ, സകലത്തെയും നന്മയ്ക്കു കാരണമാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല വേദനാജനകമായിരിക്കുന്ന അനുഭവങ്ങളെയും നന്മയ്ക്കു കാരണമാക്കി തീർക്കുവാൻ കഴിയും. നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന കടബാധ്യതയുടെ അനുഭവങ്ങളെ, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന അസമാധാനത്തിൻ്റെ അനുഭവങ്ങളെ, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പരാധീനതയുടെ അനുഭവങ്ങളെ, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന തിന്മയുടെ അനുഭവങ്ങളെ, ഇങ്ങനെ തുടങ്ങി നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല വേദനാജനകമായിരിക്കുന്ന അനുഭവങ്ങളെയും നന്മയ്ക്കു കാരണമാക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. നാം ഭക്തനായിരുന്ന ഇയ്യോബിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇയ്യോബിൻ്റെ കഷ്ടനഷ്ടങ്ങളെ ദൈവം ഇരട്ടിയായ നന്മയ്ക്ക് കാരണമാക്കി തീർത്തു. തുടർന്ന് നാം പൗലോസിനെയും ശീലാസിനെയും കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാരാഗ്രഹവാസത്തെ ദൈവം കാരാഗ്രഹ പ്രമാണിയുടെയും കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് കാരണമാക്കി തീർത്തു. പിന്നെയും നാം യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബഥാന്യയിലെ മാർത്തയുടെയും മറിയയുടെയും സഹോദരനായിരുന്ന ലാസറിൻ്റെ രോഗത്തെ തുടർന്നുണ്ടായ മരണത്തെയും ദൈവം ദൈവപ്രവർത്തിക്ക് കാരണമാക്കി തീർത്തു. ശ്രദ്ധിക്കണമേ, സകലത്തെയും നന്മയ്ക്കു കാരണമാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. നാം സേവിക്കുന്നതായ നമ്മുടെ ദൈവം നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന പരാധീനതയുടെ അനുഭവങ്ങളെ, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന കഷ്ടനഷ്ടങ്ങളെ, നാം ഇന്ന് അഭിമുഖീകരിക്കുന്ന സകല തിന്മയുടെ അനുഭവങ്ങളെയും നന്മയ്ക്കു കാരണമാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മേവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.